ഇനിയിപ്പോൾ സഞ്ജു സാംസണോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമാണ്, ദിസ് ഈസ് ഇറ്റ്, ഇത്രയും മതിയും. അതെ, കഴിഞ്ഞ 11 വർഷത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം താങ്കളുടെ പെർഫോമൻസിലൂടെ ഇന്ത്യൻ ടീമിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനും അതുവഴി ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പ് വിജയികളാക്കാനും വെറും 5 കളികളിൽ നിന്ന് താങ്കൾക്ക് സാധിച്ചു. പക്ഷേ സഞ്ജു സാംസണിൻ്റെ ടാലൻറ്റിന് ഉള്ള ജസ്റ്റിസ് കറക്റ്റായിട്ട് ഡെലിവർ ആയിട്ടുണ്ട് ഇല്ലെന്നേ ഞാൻ പറയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്ത് ദ എമൗണ്ട് ഓഫ് ടാലൻറ്റ് സഞ്ജു സാംസൺ പൊസസ്, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അതിന് ചുക്കാൻ പിടിക്കാനും സഞ്ജു സാംസൺ ഉണ്ടാവണം. കഴിഞ്ഞ 3 മാച്ചുകളിൽ കൺസിക്യൂട്ടീവായി പെർഫോമൻസ് ചെയ്തപ്പോൾ ഇന്ത്യൻ ആരാധകർ താങ്കളിൽ അത്രമാത്രം വിശ്വസിച്ചിരുന്നു. എന്തുകൊണ്ടാണ് 3 കളികളും കൺസിക്യൂട്ടീവായിട്ട് അടിക്കാൻ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് എന്താ, ഒരുപാടൊക്കെ അടിച്ച് ഔട്ടായില്ലേ ചേട്ടാ, അതുകൊണ്ട് കുറച്ച് നോക്കി പഠിച്ചതാണ്. സോ ആ ഗെയിമിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ന്യൂസിലാൻഡുമായിട്ടുള്ള ഫൈനൽ മാച്ച്. 33 പന്തിലാണ് 50 റൺസ് താങ്കൾ എടുത്തത്. അതിൽ ഹെൻറി എറിഞ്ഞ ആദ്യത്തെ ഓവറിലെ 4 ബോളും ആ 4 ബോളും നല്ല ബോളുകളായിരുന്നു. ആ ബോളിന് വേണ്ട റെസ്പെക്റ്റ് കൊടുത്താണ് താങ്കൾ കളിച്ചത്. ആ ഒരു ഇന്നിങ്സിൽ താങ്കൾ 13 ഡോട്ട് ബോളുകൾ കളിച്ചു. അതുപോലെ തന്നെ മിച്ചൽ സാൻഡറിനെ വളരെ ശ്രദ്ധയോടുകൂടെ കളിച്ചു. സച്ചിൻ രവീന്ദ്രയ്ക്കെതിരെ 3 സിക്സ് ബാക്ക് ടു ബാക്ക് അടിച്ച് 13 ബോളിൽ നഷ്ടപ്പെട്ട സ്ട്രൈക്ക് റേറ്റുകൾ താങ്കൾ വെറും 3 ബോളിലാണ് താങ്കൾ തിരിച്ചു കൊണ്ടത്. മത്സരത്തിൻ്റെ ഏതൊരു സമയത്തും നഷ്ടപ്പെട്ടു പോയ സ്ട്രൈക്ക് റേറ്റിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് താങ്കൾക്കുണ്ട്. സോ അത് മനസ്സിലാക്കി താങ്കളുടെ ഇന്നിങ്സിനെ പടുത്തുയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ഇന്ത്യൻ ടീമിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യൻ ടീമിനെ വിജയത്തിലോട്ട് നയിക്കാൻ സാധിക്കുന്ന നല്ലൊരു പ്ലെയറായി താങ്കൾക്ക് മാറാൻ സാധിക്കും. ഇപ്പോൾ മാർച്ച് 28 തുടങ്ങുന്ന IPL ഓരോ മത്സരങ്ങളിൽ നിന്ന് തന്നെ താങ്കൾ തുടങ്ങേണ്ടി വരും. എന്താണോ വേൾഡ് കപ്പിൽ താങ്കൾ ചെയ്തത് അത് താങ്കൾ റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഇനിയൊരു തവണ സഞ്ജു സാംസൺ ഫോം ഔട്ട് ആവുമ്പോൾ താങ്കളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ആയിരിക്കണം, സോ ദാറ്റ് സെലക്ടേഴ്സിന് താങ്കളെ ഇന്ത്യൻ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കരുത്. അതോടൊപ്പം 2007 ODI വേൾഡ് കപ്പാണ് വരുന്നത്. ലെജൻഡ്സ് ലൈക്ക് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും വേണ്ടി അവരുടെ കൂടെ ഒപ്പം നിന്ന് 2007 ODI വേൾഡ് കപ്പ് ഇന്ത്യൻ ടീമിനെ നേടിക്കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ താങ്കളുടെ കരിയറിൽ അതൊരു വീണ്ടും ഒരു പൊൻതൂവലായിരിക്കും. ഇന്ത്യൻ ടീമിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാകുന്ന വിധത്തിൽ സഞ്ജു സാംസൺ ഒരറ്റത്ത് ഇന്ത്യൻ ടീമിന് വേണ്ടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് ഓരോ സഞ്ജു സാംസൺ ഫാൻസിൻ്റെയും ആഗ്രഹം.